സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സിമ്പിൾ പെൻഡുലത്തിന്റെ കേസാണ്. രണ്ടാമത്തേത് ഒരറ്റം ഉറപ്പിച്ച സ്പ്രിങ്ങിന്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ്. സംഗീതം പുറപ്പെടുവിക്കുന്ന സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്, തൊട്ടിലാട്ടം, ഊഞ്ഞാലാട്ടം, ഇവയിലെല്ലാം സമാനമായ ചലനങ്ങളാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നു. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറാണ്. ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റിന് വിപരീത ദിശയിലായിട്ടാണ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഊഞ്ഞാലാട്ടം ഓർത്തു കഴിഞ്ഞാൽ ഇക്കാര്യം വ്യക്തമാണ്. എങ്ങോട്ടാണോ വലിക്കുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നൗ ലെറ്റ് us define simple harmonic motion. A particle is said to be in simple harmonic motion if its acceleration at any instant is exactly proportional to the displacement from the equilibrium position and is directed towards the equilibrium position. Equation of SHM can be represented as a sine function or a cosine function. വേവ് മോഷൻ കാണിച്ചിരിക്കുന്നത് നോക്കുക. എക്സ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നോ വൈ ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നോ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എഴുതാൻ പറ്റും. ഇവിടെ എക്സ് ടി അല്ലെങ്കിൽ വൈ ടി എന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ടി സൂചിപ്പിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സമയമനുസരിച്ച് മാറുന്നു എന്നതാണ് എക്സ് ടി അല്ലെങ്കിൽ വൈ ടി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ലാലൻ സാറ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള വേവ് പ്രൊപ്പഗേഷനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. നമുക്ക് വേവ് ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് ടി അല്ലെങ്കിൽ വൈ ടി പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്യാപിറ്റൽ എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്നു. അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഗ്രാഫ് നോക്കുക. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഫൈ ഫേസ് കോൺസ്റ്റന്റ് ആണ്. ഒമേഗ ടി പ്ലസ് ഫൈവ് ഫേസ് ആണ്. ഇക്കാര്യങ്ങളൊക്കെ ലാലൻ സാറ് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ കാര്യം മാത്തമാറ്റിക്കലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. അതായത് v ഈക്വൽ ടു വെലോസിറ്റി വിച്ച് ഈസ് ഡി വൈ ബൈ ഡി ടി. ഡിസ്പ്ലേസ്മെന്റിന് സമയമനുസരിച്ചുണ്ടാകുന്ന മാറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി. അതാണ് v ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മുടെ ഇക്വേഷനായ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈയുടെ ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ കിട്ടുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അതായത് വെലോസിറ്റി v ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ആയ വെലോസിറ്റിയെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു.
അന്നേരം d²y/dt² കിട്ടുന്നു എന്നാണ് അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. ഓക്കെ, വെലോസിറ്റിക്ക് സമയമനുസരിച്ചുണ്ടാകുന്ന മാറ്റം, അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം +2 മാത്തമാറ്റിക്സിലാണ് നിങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം ഒന്ന് വെറുതെ കണ്ട് മനസ്സിലാക്കുക, അത്രയും മതിയാവും. ആക്സിലറേഷൻ A = d²y/dt² = d/dt of dy/dt. dy/dt നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore acceleration A = d/dt of a omega cos omega t plus phi. a omega cos omega t plus phi നെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -a omega square sin omega t plus phi ആണ്. ഇവിടെ a sin omega t plus phi എന്നത് ഡിസ്പ്ലേസ്മെന്റ് y ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ മതി. ഇതിൽ നിന്നും നമുക്ക് കിട്ടുക ആക്സിലറേഷൻ A = -ω² എന്നാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ ആക്സിലറേഷൻ മിനിമം ആയിരിക്കും. ഊഞ്ഞാലാടുമ്പോഴുള്ള കാര്യം ഓർക്കുക. ഊഞ്ഞാലാടി തുഞ്ചത്തെത്തുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും. അവിടെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്. y = A. ഡിസ്പ്ലേസ്മെന്റ് ഈസ് മാക്സിമം. അന്നേരം ആക്സിലറേഷൻ A = -ω²A എന്നതാണ്. ആക്സിലറേഷൻ A = -ω²x എന്നോ ആക്സിലറേഷൻ A = -ω²y എന്നോ ഒക്കെ പറയുന്നതിൻ്റെ വിശദീകരണമാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. A particle is said to be in simple harmonic motion if its acceleration at any instant is exactly proportional to the displacement from the equilibrium position and is directed towards the equilibrium position. ഒരുപാടൊന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പറ്റുന്നത്രയും പഠിക്കാൻ ശ്രമിക്കുക.